ഞങ്ങളെല്ലാം അസസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 100-ലധികം സീറ്റുമായി UDF അധികാരത്തിലേക്ക് തിരിച്ചു വരും. UDF അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹിച്ച കേരളത്തിലെ ജനങ്ങളിൽ ഭൂരിപക്ഷവും തെരഞ്ഞെടുപ്പ് കാലത്ത് വിധിയെഴുതുമ്പോൾ ഒരു മുഖ്യമന്ത്രിയെ മനസ്സിൽ കണ്ടിരുന്നു. ജനങ്ങളുടെ വിധിയെഴുത്തിൻ്റെ അന്തസ്സത്ത ഉൾക്കൊള്ളാതെയാണ് കോൺഗ്രസ് നേതൃത്വം മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് വിനാശകാലേ വിപരീത ബുദ്ധി എന്നേ നമുക്ക് പറയാനാവൂ. പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം കേരളത്തിൽ കൂടുതൽ വ്യാപകമാകുകയാണ്. VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നാണ് കേരളത്തിലെ പൊതുസമൂഹം, പ്രത്യേകിച്ച് UDFനെ വിജയിപ്പിച്ച ജനം ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം നിഷേധിക്കുന്നത് കടുത്ത അനീതിയും വഞ്ചനയുമാണ് എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് കൂടുതൽ പിന്തുണ ലഭിക്കുന്നത്. ഒരു യുദ്ധത്തിൽ വിജയം നേടിയ ശേഷം സൈന്യാധിപനെ പിന്നാമ്പറത്തുകൂടി തട്ടിക്കളയുന്നത് അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല. MLAമാരുടെ തലയെണ്ണി ഭൂരിപക്ഷം ആരെ പിന്തുണയ്ക്കുന്നു എന്ന് പരിശോധിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ്, മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ പ്രധാന രീതി എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് കോൺഗ്രസ് MLAമാരിൽ ഭൂരിപക്ഷവും KC വേണുഗോപാലനെയാണ് പിന്തുണയ്ക്കുന്നത് എന്നാണ്. KC വേണുഗോപാലൻ അനുകൂലമായി ഭൂരിപക്ഷം MLAമാരും നിൽക്കും എന്ന സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ സതീശനാണ് മുഖ്യമന്ത്രിയാകേണ്ടത് എന്ന് വാദിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ വലിയ മാറ്റമുണ്ടായ തെരഞ്ഞെടുപ്പാണ് ഇക്കുറി നിയമസഭയിലേക്ക് നടന്നത്. AI ഗ്രൂപ്പുകൾ മാത്രം ശക്തമായിരുന്ന കേരളത്തിൽ ഹൈക്കമാൻഡിനെ നിയന്ത്രിക്കുന്ന KC വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രൂപ്പും കൂടി ശക്തിപ്പെടുത്തി. ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ A ഗ്രൂപ്പിൽ മാറ്റമുണ്ടായി. KC വേണുഗോപാൽ ശക്തനായി രംഗത്ത് വന്നതോടെ Aയും Iയും ദുർബലപ്പെടുകയും നിരവധി നേതാക്കന്മാർ KC വേണുഗോപാൽ പക്ഷത്തേക്ക് കൂറുമാറുകയും ചെയ്തു. നിയമസഭാ സ്ഥാനാർത്ഥികളെ അന്തിമമായി തീരുമാനിക്കുന്നത്, ഫൈനൽ ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഹൈക്കമാൻഡാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇക്കുറി കോൺഗ്രസിൻ്റെ 92 സ്ഥാനാർത്ഥികളിൽ അതുകൊണ്ട് ഭൂരിപക്ഷവും KC പക്ഷത്തുള്ളവരായിരുന്നു. സ്വാഭാവികമായും വിജയിച്ചു വന്ന MLAമാരുടെ പട്ടിക പരിശോധിക്കുമ്പോൾ ഈ മേൽക്കൈ കാണും. ഇവിടെ നാം ആലോചിക്കേണ്ടത്, അങ്ങനെ MLAമാരുടെ ഭൂരിപക്ഷം പരിഗണിച്ച് പാർട്ടി സ്വാധീനത്തിൽ MP-യായ KC വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നത് നീതിയാണോ എന്നതാണ്. ഒന്ന്, അദ്ദേഹം മുഖ്യമന്ത്രിയായാൽ MP സ്ഥാനം രാജിവെക്കേണ്ടി വരും. 2, നിയമസഭയിൽ നിലവിലുള്ള ഒരു MLA അദ്ദേഹത്തിൻ്റെ സ്ഥാനം രാജിവെച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരും. അതായത് നിയമസഭയിലും പാർലമെൻറ്റിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കും. അനാവശ്യമായി തിരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുന്നത് ജനരോഷം സൃഷ്ടിക്കുകയും നിലവിൽ UDFൻ്റെ വിജയത്തിളക്കത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. പ്രശ്നം കോൺഗ്രസിനകത്തും UDFിലും കടുത്ത ഭിന്നതയും ഉണ്ടാക്കും. ഇത്തരമൊരു സാഹചര്യത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാൽ രാജിവെക്കുന്ന പാർലമെൻറ്റ് സീറ്റും അതുപോലെ അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ഇരു സ്ഥലത്തും വിജയം എന്ന് പറയുന്നത് ചിലപ്പോൾ അസാധ്യമായി മാറാം. വിജയിക്കാനുള്ള സാധ്യത കുറവാണ്. ഇത്തവണ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പൂർണ്ണമായും അർഹത VD സതീശനാണെന്ന് പറയാൻ പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു പേര് രമേശ് ചെന്നിത്തലയുടേതാണ്. മുൻ KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, ആഭ്യന്തരമന്ത്രി, പാർലമെൻറ്റ് അംഗം എന്നീ നിലകളിലെല്ലാം സീനിയറായ നേതാവാണ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു തരത്തിലും അദ്ദേഹം അയോഗ്യനല്ല. നോക്കൂ, 2021 തെരഞ്ഞെടുപ്പിൽ രണ്ടാം പിണറായി സർക്കാരിന് പകരം UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ മുഖ്യമന്ത്രിയാകുന്നതിന് പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു മുഖ്യ പരിഗണന നൽകേണ്ടത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല. മറ്റൊരു പേരിനും ആ സ്ഥാനത്തേക്ക് പ്രസക്തിയിലായിരുന്നു. കാരണം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തൻ്റേതായ പങ്ക് നിർവഹിച്ച നേതാവാണ് രമേശ് ചെന്നിത്തല. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വന്നില്ല. പ്രളയവും കോവിഡുമൊക്കെ സൃഷ്ടിച്ച ദുരന്തവും അതുമായി ബന്ധപ്പെട്ട സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെയും മറവിൽ പിണറായി വിജയൻ്റെ രണ്ടാം ഭരണം ഉണ്ടാവുകയാണ് ചെയ്തത്. പക്ഷേ അന്ന് പ്രതിപക്ഷത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് MLAമാരുടെ ഭൂരിപക്ഷമുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവാകാൻ MLAമാരുടെ ഭൂരിപക്ഷമുണ്ടായിരുന്നു. എന്നാൽ ആ ഭൂരിപക്ഷം പരിഗണിക്കാതെ പുതിയ ഒരാൾ നിയമസഭയിൽ പാർട്ടിയെ നയിക്കട്ടെ എന്നാണ്, UDFനെയും പാർട്ടിയെ നയിക്കട്ടെ എന്നാണ് കോൺഗ്രസ് തീരുമാനിച്ചത്. അത് VD സതീശനായിരുന്നു. 5 കൊല്ലക്കാലം ആ നേതാവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തിയ പ്രവർത്തനത്തിൻ്റെ പരിണത ഫലമാണ്, പ്രവർത്തനത്തിൻ്റെ അന്തിമ വിജയമാണ് ഇപ്പോൾ UDFനുണ്ടായത്. ആ നേതാവിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ UDF അധികാരം പിടിച്ചത്. ഞങ്ങളെല്ലാം അസസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 100-ലധികം സീറ്റുമായി UDF അധികാരത്തിലേക്ക് തിരിച്ചു വരും. വിജയത്തിൽ UDFൻ്റെ എല്ലാ നേതാക്കൾക്കും ഘടകകക്ഷികൾക്കും അതിൻ്റെതായ പങ്കുണ്ട്. പക്ഷേ ടീം UDFനൊരു നേതാവുണ്ടായിരുന്നു.
കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്ക് പിണറായി സർക്കാരിനെതിരായി നിയമസഭയ്ക്കകത്തും പുറത്തും പോരാടി UDF-നെ ശക്തിപ്പെടുത്തിയ നേതാവ് അത് വി ഡി സതീശനായിരുന്നു. പിണറായി സർക്കാരിനെതിരായി ജനം വിധി എഴുതുന്നതിന് ജനത്തെ പ്രേരിപ്പിച്ച ഓരോ സംഭവവും അത് ഉയർത്തിക്കൊണ്ടുവന്ന് UDF-നാകെയും പ്രവർത്തകർക്കും ആത്മവിശ്വാസം പകർന്ന നേതാവാണ് വി ഡി സതീശൻ. തൃക്കാക്കരയും പാലക്കാടും ഉപതെരഞ്ഞെടുപ്പിലും ഒടുവിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF-നെ നയിച്ചത് VDS ആണ്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെ മുഖ്യമന്ത്രി വി ഡി സതീശനാകണം എന്ന് ആഗ്രഹിക്കുന്നത്. കേരള കോൺഗ്രസ് വി ഡി സതീശനാകണമെന്ന് ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ UDF-നെ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ച പൊതുസമൂഹം കൂടുതൽ വി ഡി സതീശനാകണം എന്ന് ആഗ്രഹിക്കുന്നത്. UDF-ന്റെ വിജയം മതേതരത്വത്തിൻ്റെ വിജയമായിട്ടാണ് വിലയിരുത്തുന്നത്. അങ്ങനെ വിജയം മതേതരത്വത്തിൻ്റെ വിജയമാണെങ്കിൽ LDF-നെ കൈവിട്ട് UDF പക്ഷത്തേക്ക് കേരളത്തിലെ മതേതര വിശ്വാസികൾ അണിചേർന്നിട്ടുണ്ടെങ്കിൽ, വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വി ഡി സതീശൻ്റെ നിലപാടിൻ്റെ ഒരു പിൻബലവും കൂടിയുണ്ട്. ഈ അധികാരത്തിൻ്റെ ഒന്നാമത്തെ അവകാശി അത് വി ഡി സതീശനാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാവും. UDF അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹിച്ച കേരളത്തിലെ ജനങ്ങളിൽ ഭൂരിപക്ഷവും തെരഞ്ഞെടുപ്പ് കാലത്ത് വിധി എഴുതുമ്പോൾ ഒരു മുഖ്യമന്ത്രിയെ മനസ്സിൽ കണ്ടിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, അത് വി ഡി സതീശനായിരുന്നു. ജനങ്ങളുടെ വിധിയെഴുത്തിൻ്റെ അന്തസ്സത്ത ഉൾക്കൊള്ളാതെയാണ് കോൺഗ്രസ് നേതൃത്വം മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അവർ MLA-മാരുടെ ഭൂരിപക്ഷം നോക്കി ഹൈക്കമാൻഡിന് ഇഷ്ടപ്പെട്ട ആളെയാണ് ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കുന്നതെങ്കിൽ, പൊതുജനവികാരം മറന്നാണ് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് വിനാശകാലേ വിപരീത ബുദ്ധി എന്നേ നമുക്ക് പറയാനാവൂ. ഇക്കുറി കേരളത്തിലെ UDF സ്ഥാനാർത്ഥികൾ MLA-മാരുടെ ഭൂരിപക്ഷമാണല്ലോ നോക്കുന്നത്. അത് ഏത് ഗ്രൂപ്പിൻ്റേതാണ്, ആരാണ് സ്ഥാനാർത്ഥികളെ നിർദ്ദേശിച്ചത് എന്നതൊന്നും അല്പം പോലും പരിഗണിക്കാതെയാണ് ഒരു ഭരണമാറ്റത്തിന് വേണ്ടി കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ആളുകൾ, വി ഡി സതീശൻ പറഞ്ഞതുപോലെ ജാതിമത പ്രാദേശിക വ്യത്യാസമില്ലാതെ UDF-ന്റെ പക്ഷത്ത് ചേർന്നത്, UDF-നെ പിന്തുണച്ചത്. കോൺഗ്രസ് ആരെയാണ് സ്ഥാനാർത്ഥിയാക്കിയത്? കേരള കോൺഗ്രസ് ആരെയാണ് സ്ഥാനാർത്ഥിയാക്കിയത്? മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് ജനാധിപത്യപരമായിട്ടാണോ എന്നൊന്നും ജനങ്ങൾക്കൊരു പ്രശ്നമായിരുന്നില്ല. ആരെയൊക്കെയാണ് വെട്ടിനിരത്തിയത്? പ്രചാരണം ആരംഭിച്ച ശേഷവും പോസ്റ്റർ അടിച്ച ശേഷവുമൊക്കെ തങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ആളുകൾക്ക് മുൻതൂക്കം കിട്ടുന്നതിന് വേണ്ടി പാതിരാത്രിയിൽ ആരുടെയൊക്കെ പേരാണ് വെട്ടിയത് എന്നൊന്നും ജനങ്ങൾ ചിന്തിച്ചിട്ടില്ല. ഗ്രൂപ്പ് നോക്കി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുന്ന പ്രവണത കോൺഗ്രസിനകത്ത് എപ്പോഴും ഉണ്ടായിരുന്നു, കോൺഗ്രസിനകത്ത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. കാരണം MLA-മാരുടെ തലയെണ്ണി മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന ഒരു പാർട്ടിയിൽ ഗ്രൂപ്പിസം ശക്തമായിരുന്ന കാലത്ത് തങ്ങളുടെ നേതാവിൻ്റെ MLA-മാരായിരിക്കണം കൂടുതൽ ജയിച്ചു വരണമെന്ന് ഓരോ ഗ്രൂപ്പും തീരുമാനിച്ച് പരസ്പരം എതിർ ഗ്രൂപ്പിലെ സ്ഥാനാർത്ഥികളെ വെട്ടി തോൽപ്പിച്ച്, ഓടി നടന്ന് തോൽപ്പിച്ച്, അങ്ങനെയും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം UDF അധികാരത്തിൽ വരാത്തതിന് അത്തരം കാരണങ്ങളുമുണ്ട്. ഈ തവണ UDF ജയിക്കണം, അത്തരം വിഭാഗീയ ചിന്തകളൊന്നുമില്ലാതെ UDF ജയിക്കണമെന്നത് എല്ലാ നേതാക്കന്മാരുടെയും ആഗ്രഹമായിരുന്നു, എല്ലാ ഗ്രൂപ്പുകളുടെയും ആഗ്രഹമായിരുന്നു. അതും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. അനാവശ്യമായ അധികാരക്കളി കളിക്കുമ്പോൾ ഇതെല്ലാം ഓർക്കുന്നത് നല്ലതാണ്. അതേ കേരളത്തിൻ്റെ ഏറ്റവും വലിയ അന്തസ്, കേരളത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാനമെന്ന് പറയുന്നത് കേരളം കാത്തുസൂക്ഷിക്കുന്ന സാഹോദര്യവും മതസൗഹാർദ്ദവുമൊക്കെയാണ്. ആ മതസൗഹാർദ്ദവും സാഹോദര്യവും അതിൻ്റെ അടിത്തറ ഇളക്കുന്നതിന് ചില ആളുകൾ രംഗത്ത് വന്നപ്പോൾ, വെള്ളാപ്പള്ളി നടേശൻ അടക്കം രംഗത്ത് വന്നപ്പോൾ ശക്തമായ നിലപാടെടുത്ത ഒരു നേതാവാണ് വി ഡി സതീശൻ. വർഗീയ വിഷം വിതയ്ക്കാൻ നടത്തിയവർക്കെതിരെ അരുത് എന്ന് ഉറക്കപ്പറഞ്ഞ ഒരു നേതാവാണ് വി ഡി സതീശൻ. അതുകൊണ്ട് അദ്ദേഹത്തിൽ ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷകൾ വോട്ടായി മാറിയിട്ടുണ്ട്. ഞാൻ തന്നെ ഇപ്പൊ ഏതെങ്കിലും യോഗത്തിൽ പോയി UDF എന്ന് പറഞ്ഞപ്പോൾ ചൂടാവുകയാണ്. സാർ ടീം UDF എന്ന് പറയാനാ. ഞാൻ ടീം UDF എന്ന് പറഞ്ഞത് നിലമ്പൂർ ഇലക്ഷന് ശേഷമാണ്. ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വാക്കും. ടീം UDF എന്ന് പറഞ്ഞിട്ടുള്ളത്, 100-ലധികം സീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്, സെക്യുലർ സ്റ്റാൻഡ് എടുത്തിട്ടുള്ളത്, വിസ്മയങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞതല്ല. ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടി, ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിന് ഞങ്ങൾക്കറിയാമെന്ന ധിക്കാരത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കാത്ത ഹൈക്കമാൻഡാണ് കോൺഗ്രസിനുള്ളത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ വിജയം എന്ത് തോന്നിയാസം കാണിക്കാനുള്ളതാണ് എന്ന് കോൺഗ്രസിൻ്റെ ഉന്നതരായ നേതാക്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ്, ഇന്ത്യയിൽ കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും ദുർബലപ്പെട്ടത് മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ചുള്ള തർക്കവും കുതികാൽവെട്ടലുമായിരുന്നു. അനാവശ്യമായ തർക്കവും വടംവലിയുമാണ് ഒടുവിൽ പറഞ്ഞാൽ പഞ്ചാബിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെടുത്തിയത്.
മുൻ ചരിത്രങ്ങൾ ഒരുപാട് പറയാനുണ്ട്. ജനകീയ നേതാക്കളെ വെട്ടിയൊതുക്കിയതാണ് കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ആ പാർട്ടി ഏറ്റവും ദുർബലമാക്കിയത്. അത് നമുക്ക് മഹാരാഷ്ട്രയിലും ബംഗാളിലും എല്ലാം നമുക്ക് കാണാൻ കഴിയും. ചിലരെ മാറ്റാനും ചിലരെ വാഴിക്കാനുമുള്ള ഹൈക്കമാൻഡിൻ്റെ തെറ്റായ തീരുമാനത്തിൻ്റെ പരിണത ഫലമാണ് അവിടെയെല്ലാം കണ്ടത്. നോക്കൂ, ഒടുവിൽ പഞ്ചാബിൽ കോൺഗ്രസിന് എങ്ങനെയാണ് ഭരണം നഷ്ടപ്പെട്ടത്? 117 അംഗ പഞ്ചാബ് നിയമസഭയിൽ 2017 77 സീറ്റ് നേടി അധികാരത്തിലിരുന്ന ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ 2021 അടുത്ത തെരഞ്ഞെടുപ്പിന് 6 മാസം മാത്രം അവശേഷിക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് മാറ്റി. അത് ഹൈക്കമാൻഡിൻ്റെ താല്പര്യമായിരുന്നു. എന്നിട്ട് ചരൺജിത് സിംഗ് ചന്നിയെ മുഖ്യമന്ത്രിയാക്കി. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും KCയും എല്ലാം ചേർന്ന് എടുത്ത ഒരു മണ്ടൻ തീരുമാനത്തിൻ്റെ ഫലമായി പിന്നീട് ഒരിക്കലും പഞ്ചാബിൽ കോൺഗ്രസിന് അധികാരത്തിലേക്ക് പോകേണ്ടി വന്നില്ല. 2002 2007 കാലത്ത് പഞ്ചാബ് മുഖ്യമന്ത്രിയായിരുന്ന പട്യാലയിലെ രാജകുടുംബാംഗമായിരുന്ന ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് 3 ഘട്ടം PCC പ്രസിഡൻ്റായിരുന്ന അദ്ദേഹമാണ് പഞ്ചാബിലെ കോൺഗ്രസിനെ തകരാതെ കാത്തു സൂക്ഷിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രതാപമായിരുന്നു പഞ്ചാബിലെ കോൺഗ്രസിൻ്റെ ശക്തി. അദ്ദേഹത്തെ മാറ്റിയതോടെ അദ്ദേഹം പാർട്ടി വിട്ടു. അതോടെ കോൺഗ്രസും പഞ്ചാബിൽ തീർന്നു. അത്രയ്ക്കും നീതികേടും അവഹേളനവുമാണ് പഞ്ചാബിലെ ഒരു ജനകീയ നേതാവിനെതിരെ കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്വീകരിച്ചത്. പിന്നീട് 2022 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 95 സീറ്റ് നേടി AAP പഞ്ചാബിൻ്റെ അധികാരം പിടിച്ചു. ഇപ്പോൾ പഞ്ചാബ് ഭരിക്കുന്ന AAP ആണ്. 2017 77 സീറ്റ് നേടി അധികാരത്തിൽ വന്ന കോൺഗ്രസ് 18 സീറ്റിലേക്ക് ഒതുങ്ങി. ഇനി രാജസ്ഥാനിൽ മോദി പ്രഭാവം നിലനിൽക്കെ തന്നെ 2019 കോൺഗ്രസിന് രാജസ്ഥാൻ്റെ ഭരണം തിരിച്ചു കിട്ടി. നമുക്കറിയാം BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഓരോ സംസ്ഥാനവും എങ്ങനെയാണ് BJP പിടിക്കുന്നതെന്ന് അറിയാം. 2013 163 സീറ്റ് നേടി ഭരണത്തിലിരുന്ന BJPയാണ് അവിടെ ജനങ്ങൾ തോൽപ്പിച്ചത്. സച്ചിൻ പൈലറ്റ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ യുവ നേതാവും ഹൈക്കമാൻഡിൻ്റെ ഇഷ്ടത്തോഴനായിരുന്ന അശോക് ഗെഹ്ലോട്ടും തമ്മിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് തർക്കമുണ്ടായി. ആ കലഹമാണ് 2023 വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ BJP അവിടെ തിരിച്ചു വന്നു. സമാനമായ സംഭവമാണ് മധ്യപ്രദേശിലുണ്ടായത്. മധ്യപ്രദേശിൽ 2018 തെരഞ്ഞെടുപ്പിൽ 203 അംഗ നിയമസഭയിൽ കോൺഗ്രസ് ഭൂരിപക്ഷത്തിനടുത്ത് സീറ്റുകൾ നേടി വിജയിച്ചു. അവിടെ സ്വാഭാവികമായും ഒരു യുവ നേതാവെന്ന നിലക്കും ജനകീയൻ എന്ന നിലക്കും ജ്യോതിരാദിത്യ സിന്ധ്യയായിരുന്നു മുഖ്യമന്ത്രിയാകേണ്ടത്. പക്ഷേ ഹൈക്കമാൻഡിൻ്റെ ഇഷ്ടക്കാരൻ കമൽനാഥായിരുന്നു. 9 തവണ പാർലമെൻറ്റ് അംഗമായിട്ടുള്ള കമൽനാഥ്, നിരവധി തവണ കേന്ദ്രത്തിൻ്റെ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നിട്ടുള്ള കമൽനാഥ്, എല്ലാ കോൺഗ്രസ് മന്ത്രിസഭയിലും മന്ത്രിയായിരുന്ന കമൽനാഥ്, ആ കമൽനാഥിനെ മുഖ്യമന്ത്രിയാക്കണം എന്നായിരുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ആഗ്രഹം. മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിച്ച സിന്ധ്യയും ഈ കമൽനാഥും തമ്മിലുള്ള തർക്കം മാധവറാവു സിന്ധ്യയുടെ മകൻ ഒടുവിൽ 22 MLA രാജിവെച്ച് BJPക്ക് വഴിയൊരുക്കി. ഉപതെരഞ്ഞെടുപ്പുകളിൽ ഭൂരിപക്ഷം സീറ്റും BJP പിടിച്ചു. എക്കാലത്തും അധികാരത്തിൽ വാണിരുന്ന കമൽനാഥിന് സംസ്ഥാനത്തിൻ്റെ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം പോലും ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് കൊടുക്കുന്നതിൽ എതിർപ്പായിരുന്നു. ഇതെല്ലാം കണ്ട് ഇതെല്ലാം നോക്കി മൗനമായി നിൽക്കുകയായിരുന്നു കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ്. ഒടുവിൽ മന്ത്രിസഭയും പൊളിച്ച് MLA രാജിവെപ്പിച്ച് സിന്ധ്യ BJPയിലേക്ക് പോയി. ഇപ്പോൾ BJP ഗവൺമെൻറ്റിലെ കേന്ദ്രത്തിലെ ക്യാബിനറ്റ് മന്ത്രിയാണ്. ഇതേ വടംവലി കർണാടകയിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി. അദ്ദേഹം കർണാടകയിൽ ഒരു ജനകീയ നേതാവാണ്. പക്ഷേ വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും MLA ഭൂരിപക്ഷം നോക്കി സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാക്കി. അവിടെ ശിവകുമാർ വീണ്ടും അവകാശവാദം ഉന്നയിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ കുറച്ചും കൂടി മാന്യനായതുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിൻ്റെ ഭരണം തകർക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഭരണം തകർക്കാതെ അവകാശവാദത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ ഹൈക്കമാൻഡിൻ്റെ ഇഷ്ടക്കാരെ വാഴിക്കാൻ നടത്തിയ താല്പര്യമാണ് പഞ്ചാബിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനെ തകർക്കുകയും അധികാരം കോൺഗ്രസിന് നഷ്ടപ്പെടുകയും ചെയ്തു. ആ അനുഭവം ഇപ്പോഴും കോൺഗ്രസ് പഠിച്ചിട്ടില്ല. ചിലയിടത്ത് എത്ര കാലം വേണമെങ്കിലും ഒരാളെ തന്നെ മുഖ്യമന്ത്രിയാക്കും. അർഹത ഉണ്ടെങ്കിലും വേറൊരാൾക്ക് സ്ഥാനം വിട്ടുകൊടുക്കില്ല. സംസ്ഥാനം തന്നെ കോൺഗ്രസിന് നഷ്ടപ്പെട്ടാലും മുഖ്യമന്ത്രിയെ മാറ്റില്ല. ഹൈക്കമാൻഡിന് ഇഷ്ടമല്ലെങ്കിൽ പഞ്ചാബിലെ പോലെ 6 മാസം മാത്രമാണ് അവശേഷിക്കുന്നതെങ്കിലും മാറ്റും. ജനവിശ്വാസവും സ്വാധീനവുമുള്ള ആളുകളെ ഒഴിവാക്കി ഗ്രൂപ്പിസം കളിക്കുന്ന രീതിയാണ്. കേരളത്തിൽ UDFന് കിട്ടിയ ഈ വലിയ വിജയം ഇതേ രീതിയിൽ തീരുമാനമെടുത്ത് കലഹത്തിലും ബഹളത്തിലുമാണ് കലാശിക്കുന്നതെങ്കിൽ കോൺഗ്രസും UDFനും വൻ തിരിച്ചടി ഉണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. രാജ്യസഭാ MP സ്ഥാനം രാജിവെച്ച് ലോകസഭയിലേക്ക് വീണ്ടും രാജിവെച്ച് MLA ആകുന്നു, മുഖ്യമന്ത്രിയാകണം
ഇപ്പോൾ ആദ്യത്തെ വി ഡി സതീശനും പിന്നീട് രമേശ് ചെന്നിത്തലയ്ക്കുമായി വീതം വെച്ചാലും ഇതുപോലെ ഒരു ദുരന്തം സംഭവിക്കില്ല. യു ഡി എഫിന് ഒന്നും സംഭവിക്കില്ല. ആളുകൾ നോക്കുമ്പോൾ രണ്ടുപേരും അർഹതപ്പെട്ടതാണ്. യു ഡി എഫിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളുടെ അഭിപ്രായം മറന്നുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് അതിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതെങ്കിൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കുന്നതാണ്. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ പിളർപ്പിനത് കാരണമായേക്കാം. കോൺഗ്രസിൽ നിന്ന് ജനകീയ നേതാക്കന്മാർ വിട്ടുപോകുന്നതിന് കാരണമായേക്കാം. കല്ലിലിട്ട കലം പോലെ ഈ ഭരണം മാറിയേക്കാം. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ കേരളത്തിലെ ജനവിധിയുടെ യഥാർത്ഥ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് തീരുമാനമെടുക്കാൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് സാധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.